നമുക്കറിയാം ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഈ ബിഗ് ബോസ് മലയാളം സീസൺ 6 വിന്നർ ആകാതിരിക്കാൻ വേണ്ടി ഹാഫിസും ടീമും നന്നായി ബുദ്ധിമുട്ടുന്നുണ്ട്. അത് ഓരോ ദിവസവും അവരുടെ പ്രവർത്തികളിൽ പ്രകടമാണ്. ഇന്നലെ തന്നെ എന്താണ് സംഭവിച്ചത്? നമ്മളെല്ലാവരും ബിഗ് ബോസ് ടോപ്പ് 6 അങ്ങനെയാണ് വിചാരിച്ചു കൊണ്ടിരുന്നത്. കാരണം എവിക്ഷൻ നടക്കാൻ ചാൻസ് ഉണ്ടായിരുന്നെങ്കിൽ അതൊരു മാന്യമായ രീതിയിൽ, അല്ലാതെ ഇത്രയും ശക്തമായി കോരിച്ചൊരിയുന്ന മഴയത്ത് കണ്ടസ്റ്റൻസിനെ നിരത്തി നിർത്തി എന്തിന് ശ്രീതു എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ ഇത്രയും മോശമായ രീതിയിൽ, എനിക്ക് തോന്നിയത് ഒരുമാതിരി ഷോയിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയെന്ന്. അത്രയും മോശമായ രീതിയിൽ ഒരു എവിക്ഷൻ. യൂഷ്വലി എവിക്ഷൻ നടക്കുമ്പോൾ അവർ ബിഗ് ബോസ് ഹൗസിൽ അവർക്കുണ്ടായിരുന്ന നല്ല മൊമെന്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി വന്ന് അങ്ങനെയൊക്കെയാണ് എവിക്ഷൻ നടക്കാറ്. പക്ഷെ ഇന്നലെ ശ്രീതുവിനോട് ബിഗ് ബോസ് എന്താണ് ചെയ്തത്? എന്തിനു വേണ്ടിയാണ് ബിഗ് ബോസ് ഈ ലാസ്റ്റ് നിമിഷത്തില് ഇതുപോലൊരു തെണ്ടിത്തരം ഈ ഷോയില് കാണിച്ചത്? നമുക്കറിയാം ഇപ്പോ മത്സരം ജിൻഡോയും അർജുനും തമ്മിലാണ്. ജിൻഡോയും അർജുനും തമ്മിൽ ഒരു മത്സരവും ഇല്ല. കാരണം മത്സരിക്കാൻ അർജുൻ എന്ന് പറയുന്ന വ്യക്തി ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന്റെ ഒരു 7 അയൽവക്കത്ത് പോലും വരില്ല. ഗെയിമിന്റെ കാര്യത്തിലാണെങ്കിലും വോട്ടിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും ജനപിന്തുണയുടെ കാര്യത്തിലാണെങ്കിലും. പിന്നെന്താണ് സംഭവിക്കുന്നത്? മത്സരം ജനങ്ങളും ബിഗ് ബോസും തമ്മിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം ബിഗ് ബോസ് മാക്സിമം വോട്ട് അർജുനന് കിട്ടാൻ വേണ്ടി, അപ്പം എല്ലാ വോട്ടും വോട്ടടിച്ചു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമുക്ക് എല്ലാവർക്കും ഡൗട്ട് അടിക്കും ഇത് എവിടെ നിന്ന് വോട്ട് വന്നു. അപ്പൊ കുറച്ചൊക്കെ ജെനുവിൻ വോട്ട്. അപ്പൊ ശ്രീതു എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഈ ഷോയിൽ നിന്ന് ഇന്നലെ ഔട്ട് ആവുകയാണെങ്കിൽ ഈ 2 ദിവസത്തെ വോട്ടും കൂടി അർജുനനും അറിയും. അങ്ങനെയൊരു തെറ്റിദ്ധാരണയുടെ പേരില്. പക്ഷേ ശ്രീതു എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തികളും, ഈ സത്യാവസ്ഥ മനസ്സിലാക്കുന്ന ഒരു വ്യക്തികളും അർജുൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് വോട്ട് ചെയ്യില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. കാരണം അകത്തിരിക്കുന്ന ശ്രീതുവിന് അറിയില്ല പുറത്ത് നടക്കുന്ന ഈ തരത്തിലുള്ള കളികള്. ശ്രീതുവിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ബിഗ് ബോസ് എന്നെ കുനിഷ്ഠ ബുദ്ധി നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നമുക്കറിയാം ഇന്നലെ ഒരു വീഡിയോ കാണിച്ചു. അതിനകത്ത് ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഡേ 1 ഡേ 2 വേണ്ട ആ വീക്കിലൊക്കെ ചെയ്ത കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ കൊണ്ടുവന്ന് കാണിച്ച് ജിൻഡോനെ എങ്ങനെ മോശക്കാരനായി ചിത്രീകരിക്കാന്ന് ബിഗ് ബോസ് ട്രൈ ചെയ്യുന്നത്. പക്ഷെ ആ സെയിം ടൈമിൽ തന്നെ നമുക്കറിയാം അർജുൻ എന്ന് പറയുന്ന വ്യക്തി നന്ദനെ ചവിട്ടിയിട്ടുണ്ട്. ആ ഒരു കാര്യവും ഇതുവരെ പുറത്തേക്ക് വന്നിട്ടില്ല. നന്ദനെ എവിടെ ചവിട്ടി, എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ ഗെയിമിന്റെ ഇടയിലാണെങ്കിൽ പോലും അർജുൻ അന്ന് അഗ്രസീവ് ആയിട്ടാണ് ആ കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ പിന്നീട് അർജുൻ ഭയങ്കര കരഞ്ഞ് ഞാൻ അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. വെദർ ഇറ്റ്സ് ആക്സിഡന്റോ എന്ത് തന്നെയാണെങ്കിലും എന്തുകൊണ്ട് ബിഗ് ബോസ് അണ്ണൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇന്നലെ പ്രേക്ഷകരുടെ കാണിച്ചില്ല? അല്ലെങ്കിൽ നമ്മുടെ ഈ അർജുൻ എന്ന് പറയുന്ന മുതല് ഈ മിഡിൽ ഫിംഗർ ഒക്കെ പൊക്കി കാണിച്ച സിനാരിയോസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊന്നും ഒരു സ്ഥലത്തും ഒരു ബിഗ് ബോസും കാണിക്കില്ല. എന്തെങ്കിലും മോശം കാര്യങ്ങൾ പ്രേക്ഷകരുടെ ഇടയിലേക്ക് കാണിക്കണമെന്നുണ്ടെങ്കിൽ ബിഗ് ബോസിന്റെ ഫസ്റ്റ് ചോയ്സ് പാവം ജിൻഡോനെ പിടിച്ച് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പർവ്വതീകരിച്ച് കാണിക്കും. അത് എപ്പോഴും ബിഗ് ബോസിന്റെ ഒരു നയമാണ്. എന്താണെന്നറിയില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണിക്കാൻ ബിഗ് ബോസിനെ ഏറ്റവും ഇഷ്ടം ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിനെ തന്നെയാണ്. കാരണം ജിൻഡോനെ എത്രമാത്രം താഴ്ത്തി കെട്ടണമെന്ന്, അല്ലെങ്കിൽ ജിൻഡോനെ എത്രമാത്രം മോശമായി ചിത്രീകരിക്കണം. ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും കപ്പടിക്കരുത്. ഈ പ്രസ്താവനകൾ അല്ലെങ്കിൽ ഈ നയങ്ങളൊക്കെ പിന്തുടരുന്ന ബിഗ് ബോസിനെ പിന്നെ അങ്ങനെയല്ലേ ജിൻഡോനെ കാണിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ കാണിച്ചല്ലേ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തിനെ എത്രമാത്രം ജനങ്ങളുടെ ഇടയിൽ മോശക്കാരനായി ചിത്രീകരിക്കാൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത കാര്യം ഞാൻ പറയാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ലൈവിൽ എന്താണ് സംഭവിക്കുന്നത്? ലൈവിൽ ആരാ ഉള്ളത്? ജിൻഡോ ഒക്കെ എവിടെങ്കിലും ലൈവിൽ നിങ്ങൾ കാണുന്നുണ്ടോ? നമുക്കറിയാം ഫിനാലോട് ഇനി 2-3 ദിവസമേ ഉള്ളൂ. അടുത്ത് നിൽക്കുവാണ് നമ്മള്. ആ സമയത്ത് എല്ലാ കണ്ടസ്റ്റൻസിനും ഈക്വൽ ആയിട്ട്, അതായത് ഒരാൾക്കും കുറച്ച് സ്ക്രീൻ സ്പേസ് അങ്ങനെയല്ല, എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ടൈം നമ്മളെ കാണിക്കണം. പക്ഷെ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ശ്രീതു പോകുന്നതിന് മുമ്പാണെങ്കിൽ അർജുനും ശ്രീതും എപ്പോഴും ഒരുമിച്ചായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ അർജുൻ ക്യാമറയിൽ ഫുള്ള് നിറഞ്ഞു നിൽക്കുക. ഇത്രയൊക്കെ അർജുനെ പൊക്കി കാണിച്ച് എന്തൊക്കെ കാണിച്ചാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും, ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഭൂരിഭാഗം ജനങ്ങൾക്കും അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഈ ബിഗ് ബോസ് ഷോയിൽ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ വീണ്ടും എടുത്തു പറയുന്നു. ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് വെറുതെ ഇരുന്നുകൊണ്ട് അങ്ങോട്ടൊരു പന്തിടുന്നു, ഇങ്ങോട്ടൊരു പന്ത് പിടിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിക്ക് കപ്പ് കൊടുക്കാം. അതായത് ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തിക്ക് ഈ ബിഗ് ബോസ് സീസൺ 6 കപ്പ് എടുത്തു കൊടുക്കുക. അത് ഇതിൽ എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടോ?
ജനങ്ങളെ പറ്റിച്ച് ഈ ഗെയിമില് ഞാനൊക്കെ വിചാരിച്ചത് അർജുനൊക്കെ ഫസ്റ്റ് ഫ്യൂ വീക്സിനുള്ളിൽ തന്നെ എവിക്റ്റ് ആയി പോകുന്നത്. കാരണം അത്രയ്ക്കും മോശമായി ഗെയിം ഷോയിൽ കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. കോൺട്രിബ്യൂഷൻസ് കൊടുത്തെന്ന് പറയാൻ ഒന്നും തന്നെ ഇല്ല. ഞാനൊക്കെ ഈ അർജുൻ എന്ന് പറഞ്ഞ വ്യക്തി വിന്നർ ആകും എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു ഈ ഷോയുടെ പിന്നെ നിലവാരം എന്താണ്? അതായത് ഒരു നിലപാട് പോലും ഈ ഷോയില് ഒരു പ്രശ്നം ഉണ്ടായി ഇടപെടാനോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ അഭിപ്രായം പറയാനോ ഒന്നിലും നിൽക്കാത്ത അർജുൻ ഫസ്റ്റ് വീക്കിൽ ക്യാപ്റ്റൻ ആയിരുന്നു. എന്തെങ്കിലും ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി എന്തെങ്കിലും നിങ്ങൾ അർജുൻ എന്ന് പറയുന്ന വ്യക്തിയിൽ കണ്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെ ഇരുന്ന ഒരു പേഴ്സണൊക്കെ ഈ കപ്പ് എടുത്ത് കൊടുക്കുവാണെങ്കിൽ ഈ ഷോയുടെ പിന്നീട് ഈ ഷോയുടെ ഒരു ഗതി എന്താണെന്ന് ആലോചിക്കുന്നത്. ഇനിയും ആർക്കെങ്കിലും ഈ ഷോ കാണാനോ ഇനിയും ഒരു വരും സീസൺ ഈ ചാനൽ വെക്കാനൊക്കെ കഴിയുമോ? കാരണം അത്രയ്ക്കും മോശമായ രീതിയിലാണ് ഈ പോക്കുകൾ കാണുന്നത്. ഞാനൊന്നും ഒരിക്കലും അംഗീകരിക്കില്ല. ഇനിയിപ്പോ ഒരു പറയുവാണ് ജിൻഡോക്കാളും ഇത്രമധികം വോട്ടുകൾ, അതായത് കള്ള വോട്ടുകൾ ഉണ്ടാക്കിയിട്ട് ജയിച്ചു എന്ന് പറഞ്ഞാലും ഒരിക്കലും അംഗീകരിക്കാത്ത ഒരു വിന്നർ ആയിരിക്കും അർജുൻ എന്ന് പറയുന്ന വ്യക്തി. ബിഗ് ബോസ് മലയാളം സീസൺ 6 ഒരു ടൈറ്റിൽ വിന്നർ ഉണ്ടെങ്കിൽ അത് ജിൻഡോ തന്നെയായിരിക്കും. കാരണം ഈ ഷോയില് ഏറ്റവും കൂടുതൽ ഗെയിമിലൊക്കെ ഏറ്റവും നന്നായി നമുക്ക് പറയാം എപ്പോഴും ആളുകൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ, അല്ലെങ്കിൽ ഗെയിമുകളൊക്കെ ഏറ്റവും നന്നായി കളിച്ച ഒരു പേഴ്സൺ, ഭയങ്കരമായിട്ടൊരു മൈൻഡ് ഗെയിമർ തന്നെയായിരുന്നു. ഇപ്പോ എന്തുമാത്രം വോട്ടിൽ അട്ടിമറി നടത്തിയാലും എൻഡ് ഓഫ് ദി ഡേ ജിൻഡോ തന്നെ ആയിരിക്കണം വിന്നർ. കാരണം ജിൻഡോയെ പോലെ ഒരു ഗെയിമർ ബിഗ് ബോസ് മലയാളം സീസൺ 6 വന്നിട്ടില്ല. നമ്മൾ എന്ത് കാര്യം എടുത്താലും ഡേ 1 തൊട്ട് ജിൻഡോയുടെ ഗ്രാഫ് മുകളിലോട്ട് തന്നെ പോകുന്നത്. ഇത്രമാത്രം ഡിഗ്രേഡിങ് ചെയ്യാൻ വേണ്ടി ബിഗ് ബോസും ക്രൂവും ശ്രമിച്ചിട്ടും ജിൻഡോ അവിടെ ഇപ്പോഴും വളരെ സ്ട്രോങ് ആയ ഒരു ഗെയിമറായി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ജിൻഡോ എന്ന് പറയുന്ന ഗെയിമറുടെ കഴിവ് തന്നെയാണ്. അതുപോലെ പുറത്തുപോയി അകത്ത് വന്ന കണ്ടസ്റ്റൻസ് എങ്ങനെയായിരുന്നു ആദ്യം ജിൻഡോയോടുള്ളൊരു ഒരു ബിഹേവിയർ ഒക്കെ, ഇപ്പൊ അവര് എങ്ങനെ ജിൻഡോയെ ട്രീറ്റ് ചെയ്യുന്നു? എക്സെപ്റ്റ് നമ്മളെ നിക്കറമായി അവളുടെ കടി തീരണമെന്നുണ്ടെങ്കിൽ നന്നായി ഉരക്കേണ്ടി വരും. അതിനെപ്പോലെ ഇത്രയ്ക്കും കുശുമ്പ് പിടിച്ച ഒരു സാധനം. കാരണം ഇപ്പൊ തിരിച്ചു ചെന്നിട്ട് പോലും നമുക്കറിയാം ജാസ്മിനും ജിൻഡോയും തമ്മിൽ ഇപ്പൊ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. ജാസ്മിൻ ജിൻഡോയെ അത്രമാത്രം ചോറിയുന്നൊന്നുമില്ല. പക്ഷെ നിക്രമായി അവിടെ കയറി ചെന്ന് അതിലും ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല. കാരണം ശരിക്കും ഈ പറഞ്ഞ റസ്മിനൊക്കെ അറിയാം ജിൻഡോ തന്നെയാണ് ഈ കപ്പടിക്കാൻ ഏറ്റവും യോഗ്യനായ പേഴ്സൺ. പക്ഷെ അംഗീകരിക്കാനായിട്ട് ഒരു ഡിസേർവ് ചെയ്യുന്ന പേഴ്സണ് അത് കിട്ടണമെന്ന് അംഗീകരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അത്ര മാത്രമേ റസ്മിന്റെ കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതിനൊക്കെ നമുക്ക് വിട്ടുപിടിക്കാം. കാരണം അതൊക്കെ പണ്ടേ എവിക്റ്റായി പോയതാണ്. അത് അതിന് മുമ്പേ പോകേണ്ടത് തന്നെയായിരുന്നു ഒരു ക്യാരക്ടറൊക്കെ വെച്ചിട്ട്. അപ്പോ ഞാൻ ജനങ്ങളോട് പറയാനുള്ളത്, പല ന്യൂസുകൾ ഇന്നും നാളെയൊക്കെ വരും. പക്ഷെ നമ്മളാരും ഒട്ടും പിറകിലോട്ട് പോകാതെ എല്ലാവരും മാക്സിമം വോട്ട് ഇനി നമുക്ക് വളരെ നിസ്സാര മണിക്കൂറുകളേ ഉള്ളൂ ആ ടൈറ്റിൽ വിന്നർ എന്ന് പറയുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട്. അപ്പോൾ മാക്സിമം വോട്ടുകൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലി എല്ലാവരോടും പറഞ്ഞ് ജിൻഡോ എന്ന് പറയുന്ന പേഴ്സണ് മാക്സിമം വോട്ട് കൊടുത്ത് ജിൻഡോക്ക് ആ കപ്പ് കിട്ടേണ്ടത് ഇപ്പൊ നമ്മുടെ ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ ഈ 2-3 ആളുകള് കളിക്കുന്നതിന്റെ ഫലമായിട്ട്, അതായത് കള്ളത്തരങ്ങൾ കാണിക്കുന്നതിന്റെ ഫലമായിട്ട്, നെറികേട് കാണിക്കുന്നതിന്റെ ഫലമായിട്ട് ഈ കപ്പ് ഒരിക്കലും ജിൻഡോ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് നഷ്ടമാകരുത്. നിങ്ങളുടെ എല്ലാവരുടെയും ഹെൽപ്പ് ആവശ്യമാണ്. നിങ്ങൾ എല്ലാവരും മാക്സിമം വോട്ട് കൊടുക്കാൻ നിങ്ങളുടെ ചുറ്റുമുള്ളവരോട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുക. അങ്ങനെ ജിൻഡോ തന്നെയാകട്ടെ വിന്നർ. തന്നെ മറ്റൊരു വീഡിയോയുമായി തിരിച്ചു വരാം. എല്ലാവർക്കും ടാറ്റാ ബൈ.